കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, യേശുവെ, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. യേശു അതിന് പ്രാക്ടിക്കൽ ആയിട്ടും തിയറി ലെവലിലും ഒരു പ്രാർത്ഥനയുടെ ഒരു വലിയ പാറ്റേൺ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിൻ. അപ്പോൾ പ്രാർത്ഥന പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയൊരു ആഴമായ ദൈവിക ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. യേശു കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ വന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ 2 ഉപമകൾ, ഒന്ന് സ്നേഹിതനെക്കുറിച്ചുള്ള ഒരു ഉപമയാണ്, 2 അപ്പനും മകനുമായിട്ടുള്ളൊരു ബന്ധം. 2 സ്നേഹിതന്മാർ തമ്മിലുള്ള ബന്ധവും അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥന ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അതിലുപരി പ്രാർത്ഥന ഒരു റിലേഷൻഷിപ്പായി നമ്മളത് തീരണം. നമ്മുടെ പ്രാർത്ഥന ഒരു റിലേഷൻഷിപ്പായി തീർന്നാൽ അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുവാനിടയാകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ ആഴമായ റിലേഷൻഷിപ്പ് എങ്ങനെ സംഭവിക്കും? അതിനാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിൻ. പരിശുദ്ധാത്മാവിന് മാത്രമേ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ആഴമായ ലെവലിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ആഗ്രഹിക്കുന്നു, ഒരു പ്രാർത്ഥനാ മനുഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ പ്രാർത്ഥിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. റോമാലേഖനം ഇങ്ങനെ പറയുന്നു, നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കണം എന്തെന്ന് നമ്മൾ അറിയുന്നില്ല. ആത്മാവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സെഖര്യാവ് 12:10 ഇങ്ങനെ പറയുന്നത്, ആ നാളിൽ ഞാൻ ദാവീദ് ഗൃഹത്തിന്മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനെ അധികമായി പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ അധികമായി പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നു ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞ്, ആത്മാവിൻ്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരാത്മാവിൻ്റെ പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉരുവാക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ദൈവമേ, എനിക്ക് അധികമായി പരിശുദ്ധാത്മാവിനെ തരണം. ആ പരിശുദ്ധാത്മാവിന് മാത്രമേ എൻ്റെ അകത്ത് പ്രാർത്ഥിപ്പാൻ കഴിയത്തുള്ളൂ. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിനകത്ത് ആക്ടിവേറ്റ് ചെയ്യാം. ആ പരിശുദ്ധാത്മാവിനെ അലോവ് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ അധരങ്ങളിലൂടെ, ഹല്ലേലൂയ, ആ അധരങ്ങളിലൂടെ പുറത്തു വരുന്ന ദൈവീക ശബ്ദങ്ങളാകട്ടെ ആത്മാവിൻ്റെ പ്രാർത്ഥനകൾ. ആ ആത്മാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവീക മറുപടികളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂതായി ഇങ്ങനെ കൈമാറട്ടെ, പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അധികമായി പ്രാപിപ്പിൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.